നമ്മൾ വീണ്ടും ഗരുഡ ട്രക്സിൽ വന്നേക്കാട്ടാ. ഇന്ന് വണ്ടികൾ കുറച്ച് പരിചയപ്പെടുത്താൻ. ഇതൊക്കെ പുതിയ വണ്ടി വന്നതാ. അവിടെ ഒരു നമ്മുടെ ബോസ് വന്നിട്ടുണ്ട്, നമ്മുടെ കട്ടക്കൊക്കെ ഓടാൻ പറ്റുന്നത്, നമ്മുടെ വെട്ടുകല്ല് അങ്ങനെയുള്ള ഇതിന് ഓടാൻ പറ്റിയ വണ്ടി. ഈ മസ്ത വന്നിട്ടുണ്ട് പുതിയത്, പിന്നെ ഭാരത് ബെൻസ് എടുക്കുന്നുണ്ട്, പിന്നെ എയ്ച്ചർ എടുക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് വണ്ടികൾ ഇന്ന് പുതിയത് നമുക്ക് പരിചയപ്പെടുത്തണം. അപ്പൊ അതിനു വേണ്ടി വന്നതാണ് ഇന്ന്. അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടോളോ. പിന്നെ നമുക്ക് കൂടുതലായിട്ട് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വണ്ടികൾ കുറെ പേര് ഈ ലോൺ നിർത്തി വണ്ടികൾ ചോദിക്കുന്നുണ്ട്. കുറെ പേര് ലോൺ നിർത്തി വണ്ടികൾ ചോദിക്കുന്നത്, ഈ ലോൺ എടുത്തവർക്ക് അടയ്ക്കാൻ പറ്റാണ്ടാണ് അവരത് വിൽക്കണ. എന്നിട്ട് അത് ഈ ലോൺ നിർത്തി 50,000 രൂപയൊക്കെ ഓരോ വണ്ടിയുടെ അടവ്. 50,000, 60,000. സിംഗിൾ വണ്ടിയുടെ കാര്യം പറയണ, 12 വീലിന്റെ കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയണ, സിംഗിൾ വണ്ടികളുടെ കാര്യം പറയണ. അപ്പൊ ഇതൊന്നും ഇവരെ കൊണ്ട് പറ്റണില്ല. എന്നിട്ട് ഇത് പലർക്കും വിറ്റ് കഴിഞ്ഞിട്ട് അത് പിന്നെ അവർക്കും പറ്റണില്ല. എന്നിട്ട് അത് പിടിച്ചുകൊണ്ടുപോവാ. അപ്പൊ വലിയ ബാധ്യതകൾ വരാം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഫിനാൻസ് നിർത്തിയിട്ടുള്ള വണ്ടികളുടെ ഒരു ഇടപാടും എനിക്കില്ല. പലരും നമ്മുടെ ഗ്രൂപ്പിലായാലും നമ്മുടെ ഇതിലൊക്കെ പലരും എന്നോട് ഫിനാൻസ് നിർത്തിയിട്ടുള്ള വണ്ടിയുണ്ടോ ചേട്ടാ, ഫിനാൻസ് നിർത്തിയിട്ടുള്ള വണ്ടികളുടെ ഒരു പരിപാടി നമ്മുടെ കയ്യിലില്ല. നമുക്ക് പരമാവധി റേറ്റ് കുറച്ച് പലയിടത്തുനിന്നും മേടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് പറ്റാവുന്ന കാര്യം. അത് നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ ചിലത് നമുക്ക് ഫിനാൻസ് ചില കേസുകൾ നിർത്തി കൊടുക്കാറുമുണ്ട്. പക്ഷെ അത് ഞാൻ ചെയ്യാറില്ല. നമ്മൾ ചെയ്തതെല്ലാം തലവേദനയായിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ ഒരു 2 വണ്ടിയൊക്കെ ചെയ്ത, അപ്പൊ അതൊക്കെ വലിയ തലവേദനയാ. അപ്പൊ പിന്നെ നമ്മൾ അതിലേക്ക് വല്ലാണ്ട് ഇതില്ല. അപ്പൊ പിന്നെ ആവശ്യമില്ലാത്തതിന് പോകണ്ട, ഏറ്റവും നല്ല കാര്യം. പിന്നെ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ഓട്ടം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിഞ്ഞൂടാ. ആകെ മോശമാണ്. ഒന്നും മേപ്പോട്ട് പോണ കാണാനില്ല, ഒക്കെ കീഴ്പോട്ടാ പോണ. ലോഡുകളുടെ കാര്യമായാലും ചെലവുകൾ, വളരെ അധികം ചെലവുകൾ. പണ്ടൊന്നും ഇത്ര ടോളില്ല. ഇപ്പൊ ടോൾ തന്നെ വലിയൊരു പൈസയാ. ബോംബെ പോയി തിരിച്ചു വന്നപ്പോ 23,000 രൂപ. ഞാനൊരു ഡ്രൈവറാണ്. ബോംബെ പോയി തിരിച്ചു വന്നപ്പോ 23,000 രൂപ ബാലൻസ്. ഒരു ട്രിപ്പ് 26,000 രൂപ. ഇത്രയൊക്കെ ബാലൻസ് കിട്ടണം. കേൾക്കുമ്പോ 1,00,000 രൂപ 1,10 വാടകയുണ്ട്. ഇതിലെല്ലാ ചെലവും എല്ലാം കഴിഞ്ഞ് വരുമ്പോ കിട്ടുന്ന പൈസ ഇത്. എന്നിട്ട് ഈ 50,000, 60,000 രൂപ അടവുള്ള വണ്ടിയൊക്കെ ലോണ ഒരു 3 ട്രിപ്പ് 4 ട്രിപ്പ് കഷ്ടി 3 ട്രിപ്പ് ഓടാൻ പറ്റണ. 4 ട്രിപ്പൊക്കെ കിട്ടിയ ഭാഗ്യ. അപ്പൊ ഇതൊന്നും നമുക്ക് പറ്റുന്ന കാര്യങ്ങളല്ല ഇപ്പോഴത്തെ സാഹചര്യത്തില്. അപ്പൊ പരമാവധി ലോൺ നിർത്തിയിട്ടുള്ള പരിപാടികൾ എൻ്റെ കയ്യിലില്ല. പിന്നെ പരമാവധി പൈസക്കും കൊടുത്ത് വണ്ടി മേടിക്കുക. കുറച്ച് പൈസയെങ്കിലും കൊടുക്കുക. ഒരു 10-30 രൂപയ്ക്ക് അടവ് വെച്ചിട്ട് ഒരു വണ്ടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടു നടക്കാം. നമ്മൾ തന്നെ ഉപയോഗിക്കാന്ന് വെച്ചാൽ കൊണ്ടു നടക്കാൻ പറ്റും. എല്ലാവരും അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. എനിക്ക് ഇനിയിപ്പോ കുറച്ച് നാളത്തെ ഒരു പരിചയം കൊണ്ട് ഞാൻ ഈ മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട്, ഞാൻ 15-ാമത്തെ വയസ്സിലോട്ട് വണ്ടിപ്പണി തുടങ്ങിയ ആളാ. ഇപ്പൊ 38 വയസ്സായി. അപ്പൊ എനിക്ക് അത്യാവശ്യം, പക്ഷെ ഈ വണ്ടി കച്ചവടം ഈ അടുത്ത കാലത്താണ് ഞാൻ ഈ ഒരു മേഖലയിൽ വന്നത്. പക്ഷെ മനസ്സിലാക്കിയിടത്തോളം ഇപ്പൊ ഇത് അത്ര മേപ്പോട്ടല്ല പോണൊന്നും, കീഴ്പോട്ടാ പോണേ. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, വണ്ടികൾ മേടിക്കുന്നവര് വളരെ ശ്രദ്ധിക്കുക. ഇതാണ് എനിക്ക് ഇപ്പൊ ഈ വീഡിയോയിൽ പറയാനുള്ളത്. പിന്നെ ഈ വണ്ടികളെ കുറിച്ചിട്ടുള്ള വീഡിയോ ഇപ്പൊ വരും. അപ്പൊ എല്ലാവരും അത് കാണാം. അപ്പൊ എല്ലാവരും പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.